പനയമ്പാട് ഇന്നലെ വാഹനാപകടമുണ്ടായി 4 കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായതിൽ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുകയാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, വലിയ പ്രതിഷേധമാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. എന്താണ് സാഹചര്യം?
സംഗീത, ഇന്ന് വലിയ പ്രതിഷേധം തന്നെയാണുള്ളത്. ഒരു വശത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഇപ്പോൾ റോഡ് ഉപരോധിച്ച് സമരം നടത്തുകയാണ്. അതിലെ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കി. നേരത്തെ ഈ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണം എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. ഇനി മേലിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ, അത്തരം ജീവനുകൾക്ക് ഹാനി വരാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. ആ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള ഈ ധർമ്മസമരമാണ് ഇവിടെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ യോഗത്തിൽ വെച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നിർദ്ദേശം നിരന്തരമായി യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ച ആളുകളെ, പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ നേതാക്കൾ അത് സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സമരം നടക്കുന്നത്. അവരെല്ലാം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ വിദഗ്ധ സമിതി ഉദ്യോഗസ്ഥ സംഘം ഈ സ്ഥലം സന്ദർശിക്കുമെന്നല്ലേ അറിയിച്ചിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും തന്നെ മുൻകാലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസും ലീഗും എല്ലാം തന്നെ പറയുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ വലിയ സമരം നടക്കുന്നു. നിങ്ങൾ ഈ അനിശ്ചിതകാല നിരാഹാരം എന്ന് പറയുന്നത് തീരുമാനമാകുന്നത് വരെ തന്നെ മുന്നോട്ട് പോകാനാണ്? തീരുമാനമാകുന്നവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ്. കാരണം കുട്ടികൾക്ക് നടപ്പാതയിൽ കൈവരികൾ വേണം, റോഡ് ക്രോസ് ചെയ്യുന്നതിന് വെള്ളം ഓവർബ്രിഡ്ജ് വേണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്നത് വരെ, അതിനുള്ള തീരുമാനമാവുന്നത് വരെ നിരാഹാരം ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ലാഘവത്തോടു കൂടി പണി തീർത്ത ഈ ഹൈവേ, അത് കൃത്യമായി ഈ ഹൈവേയുടെ പണി നടത്തിയില്ലെങ്കിൽ ഇവിടെ മരണം വരെ സമരം ചെയ്യാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നത്. അതാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിനകത്ത് തീരുമാനമുണ്ടാകുന്നത് വരെ സമരം തുടരും, സമരം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് സമരം നടക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിനകത്ത് കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം തുടരുമെന്ന് തന്നെയാണ് രണ്ട് പാർട്ടികളും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിഷേധം തുടരാൻ തന്നെയുള്ള തീരുമാനമാണോ, അതോ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണോ? നിലവിൽ പ്രവർത്തകരെല്ലാം തന്നെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് നേതാക്കളാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നത്. അവരെല്ലാം തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടമുണ്ടായ സമയങ്ങളിലും അതിനു മുമ്പുമെല്ലാം ഈ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ റോഡിന്റെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. അത് പരിഹരിക്കുക. മുൻകാലങ്ങളിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ 11 പേർ ആണ്, ഈ 4 കുട്ടികളുടെ മരണം ഉൾപ്പെടെ 11 പേരാണ് ഇവിടെ അപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഇതിന് സമീപത്തുള്ള മറ്റ് സ്ഥലങ്ങളിലും ഇപ്പോൾ ഇന്നലെ അപകടങ്ങളുണ്ടായ സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ ചൂരിയോട്, അതോടെ കല്ലടിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇതിന് സമാനമായ അപകടങ്ങളുണ്ടായി. അങ്ങനെ നിരവധി മരണങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ഉണ്ടാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുന്നത്. അവരെല്ലാം തന്നെ ഈ വലിയ പ്രതിഷേധം പറഞ്ഞോളൂ. ഈ മരിച്ച കുട്ടികൾക്ക് ചർച്ച ചെയ്യില്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സാമ്പത്തികമായിട്ട് ധനസഹായം ചെയ്യണം. ഒരാൾ ചർച്ച ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ എല്ലാവരും കൂടി വന്നു. അടിയന്തര സഹായം, കുടുംബത്തിന് അടിയന്തര സഹായമാണ്. ഒരാൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചെയ്തിട്ടില്ല. കാരണം ഈ മരിച്ച വീട്ടിലത്തെ അവരുടെ മാതാപിതാക്കള് വാടക വീട്ടിലും ഓട്ടോറിക്ഷ ഡ്രൈവറും മില്ലിൽ നിൽക്കുന്ന അത്രയും സാധാരണക്കാരനാണ്. നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ കൂടി നമ്മളെല്ലാ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ഒരു മാധ്യമങ്ങളിലും ഒരു കാര്യങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ഞങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ധനസഹായം കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് മാധ്യമങ്ങൾ ഉണ്ടാക്കണം. കാരണം ഞങ്ങളുടെ ശബ്ദം നിങ്ങളിലൂടെ കേൾക്കുന്നത്, ഞങ്ങൾക്ക് പുറത്ത് കേൾക്കില്ല. നിങ്ങളത് എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി കാണണമെന്നാണ് പറയുന്നത്. ഉറപ്പായും ഈ കുടുംബത്തിന്റെ ഒരു അവസ്ഥ, അത് അവർക്ക് ധനസഹായം കിട്ടുന്ന തരത്തിലുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അത് നമ്മൾ ശ്രദ്ധയിലേക്ക് പെടുത്തണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ അടുത്ത വർഷമാണ് പോകുമ്പോൾ തുപ്പനാട് ഒരു പുതിയ പാലത്തിന് വളവ് വെച്ചിട്ടുണ്ട്. റാം മോഡലുള്ള വളവാണ്. അവിടെ ഇനി ഇതേമാതിരി കുറച്ച് കാലം മുന്നങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഇനി ഇതേമാതിരി 5-6 എണ്ണം ഒന്ന് പെറുക്കിയെടുത്ത ശേഷമാണ് അധികാരികളുടെ കണ്ണ് തുറക്കുകയുള്ളൂ.
ഇതേ ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലേക്ക് അവിടെ ഇറങ്ങി പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പെട്ടെന്ന് ടേണിങ് വണ്ടി വരുന്നത് കാണുന്നില്ല. അപ്പോൾ ഇതേമാതിരി അടുത്ത ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാലാണ് അധികാരികളുടെ കണ്ണ് തുറക്കുള്ളൂ. അതിനു മുന്നേ ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളാണ് അവിടെ മരണപ്പെട്ടു പോയത്. അപ്പോൾ അവരുടെ കുടുംബത്തിന് വളരെ ഒരു ഹൃദയരോഗിയായ ആ ഓട്ടോ ഡ്രൈവറുടെ വളരെ ദയനീയ അവസ്ഥയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കാണലുണ്ട് അധികാരിയുടെ ഭാഗത്തു നിന്ന് അവർക്കുള്ള അടിയന്തര സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അത് കണ്ടിട്ടില്ല. എത്രയും പെട്ടെന്ന് അധികാരിയുടെ ഭാഗത്ത് ഉണ്ടാണെന്നും കൂടി ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. അതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വലിയ സഹായം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. പല കുട്ടികൾക്കും ആ വീടില്ല, പലരും വാടക വീട്ടിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അടിയന്തര സഹായം ഏർപ്പെടുത്താനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുകൂടി ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ ഈ റോഡ് നന്നാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കുമ്പോഴും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമാണ് ഇപ്പോൾ നാട്ടുകാരടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന്, ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട 4 കുടുംബങ്ങൾക്കും, സാധാരണ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന 4 കുടുംബങ്ങൾക്കും അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണം. അവരെ അത്തരത്തിൽ അവർക്കൊരു സഹായം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ അടക്കം ആവശ്യം. ഈ വിഷയം അടക്കം ഉന്നയിച്ചാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം, റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധം അവിടെ പുരോഗമിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ്.